സാർ ഇവിടെ ഗുരുവായൂർ വന്നിട്ട് എങ്ങനെ കല്യാണം കഴിക്കാം? എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊന്ന് പറയാം. ഇവിടെ വന്നതിന് ശേഷം ടോക്കൺ എടുക്കുക, കല്യാണത്തിൻ്റെ ടോക്കൺ. പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടോക്കൺ വേണം, 500 റുപ്യ. അങ്ങനെ 1000 റുപ്യൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇവിടെ വരിക, കല്യാണം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്പൂരി ഉണ്ടാവും. അവർ ഇതിന് മേലെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും മാല ആദ്യം മണ്ഡപത്തിന് മേലെ കയറ്റാൻ പറയും. കയറും. അതിനുശേഷം രണ്ടുപേരും കിഴക്ക് ചെയ്ത് നിൽക്കും. അവർക്ക് ആദ്യം ചന്ദനം തൊഴിക്കും, പിന്നെ താലി എടുത്ത് കൊടുക്കും. താലി പിന്നെ മാല എടുക്കും. ഏകദേശം എത്ര ടൈം എടുക്കും? ഒരു 5 മിനിറ്റ്. ആർക്കായാലും 5 മിനിറ്റാണ്. ടോട്ടൽ 5 മിനിറ്റ്. അത്ര തന്നെ ഉള്ളു. ഏകദേശം ഒരു ദിവസത്തിൽ എത്ര കല്യാണം ഇവിടെ സാധാരണ? ഒരു റഫ് ഐഡിയ ഒരു ഏകദേശം എത്ര ആൾക്കാർ വരുന്നുണ്ട് കല്യാണം കഴിക്കാൻ? 262 കല്യാണം ഒരു ദിവസം നടന്നിട്ടുണ്ട്. അപ്പോൾ മുഹൂർത്തത്തിനെല്ലാം എല്ലാ ടൈമും മുഹൂർത്തം. എപ്പം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മുഹൂർത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊരു ഇതായിട്ട് ഇരിക്കുന്നത്. ഇവിടെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മുഹൂർത്തത്തിന് വലിയൊരു പ്രശ്നമല്ല. ഗുരുവായൂരപ്പൻ്റെ ആയതുകൊണ്ട് മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യം. കാരണം വീട്ടിൽ നിന്നെല്ലാം കല്യാണം ചടങ്ങ് നടക്കുന്നതാണ് ശരിക്കും മുഹൂർത്തം എല്ലാം നോക്കുക. ക്ഷേത്രത്തിൽ നിന്ന് അത് ആവശ്യമില്ല. സാറ് പേര്? എൻ്റെ പേര് കൃഷ്ണദാസ്. ഞാനിവിടെ നാദസ്വരത്തിന് ശ്രുതി വായിക്കുന്നു. തകില്, താളം, താളം, തകില്. ഇത് ഈ കോയിമ്മ എന്ന് പറയും. ഇയാൾ കോയിമ്മ എന്ന് പറയുന്നത് ഓരോ ആഴ്ച ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ആഴ്ച, അടുത്ത ആഴ്ച ഇയാളല്ല വേറെ ആളായിട്ടുണ്ടാവും. അങ്ങനെ മാറി അമ്പലത്തിൻ്റെ നമ്മൾ ഈ കല്യാണ മണ്ഡപത്തിലുള്ള ഇതാണ്. കല്യാണ മണ്ഡപം
ಸೈಡ್ ಇಲ್ಲ ಸಿಲ್ವರ್ ಕಲರ್ ಮತ್ತೊಂದು ಇದಿದೆ ಎಲ್ಲ ರೋಯಲ್ ಸಾರಿಗಳು ಎಲ್ಲ ಇಡೀ ಕೃಷ್ಣನದ್ದಿ ದೃಶ್ಯಗಳು. ಇದು ಮಾಡಿಕೊಂಡು ನಾರಾಯಣೀಯಂ ಸಣ್ಣದು